ഹലോ ഗൈസ്, നമ്മളുടെ അടുത്ത ടോപ്പിക്കാണ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മൈക്രോബൽ ഗ്രോത്ത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ച മൈക്രോബൽ ഗ്രോത്ത് കർവ്. ഈ മൈക്രോബൽ ഗ്രോത്തിനെയും ഈ കർവിനെയും അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ കോമൺലി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് pH, ടെമ്പറേച്ചർ, ഓക്സിജൻ കോൺസെൻട്രേഷൻ, പ്രഷർ, സൊല്യൂട്ട് ആൻഡ് വാട്ടർ ആക്ടിവിറ്റി. ഇതൊക്കെയാണ് കോമൺ ഫാക്ടേഴ്സ്. നമുക്ക് ഓരോ ഫാക്ടേഴ്സ് എങ്ങനെയാണ് മൈക്രോബൽ ഗ്രോത്തിനെയും ഗ്രോത്ത് കർവിനെയും അഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് പി എച്ച് എന്ന് പറയുന്നത് നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ. അത് pHൻ്റെ ഒരു ഡെഫിനിഷൻ ആണ്. അപ്പോൾ pH എല്ലാ മൈക്രോബ്സിനും ഒരു പർട്ടിക്കുലർ റേഞ്ച് ഓഫ് pH ആവശ്യമാണ് അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്. അവരുടെ ആ ഒരു pHൽ നിന്നും എന്തെങ്കിലും വ്യത്യാസം pH റേഞ്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് മെയിൻലി എഫക്റ്റ് ചെയ്യുന്നത് അവരുടെ സെല്ലുലാർ ആക്ടിവിറ്റി, അതുപോലെ സ്ട്രക്ചറൽ കമ്പോണൻസ്, മാത്രമല്ല അവരുടെ എൻസൈമാറ്റിക് ആക്ടിവിറ്റി. ഇത്രയും കാര്യങ്ങളുടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കും pHലുള്ള വ്യത്യാസം. ഓക്കെ, അവർക്ക് വേണ്ട pHൽ നിന്നും കൂടുതലോ കുറവോ ആയിട്ടുള്ള pH വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ സ്ട്രക്ചറൽ കമ്പോണൻസിന്, അവരുടെ മെറ്റബോളിസത്തിന്, എൻസൈമാറ്റിക് ആക്ടിവിറ്റിക്ക് എല്ലാം ഡാമേജസ് വരുത്തും. ഓക്കെ, ദെൻ ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് കോമൺ എക്സാമ്പിൾസ് ആണ്, നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടേമാണ് ഒപ്റ്റിമം എന്ന് പറയുന്നത്. ഈ ഒപ്റ്റിമം pH അല്ലെങ്കിൽ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്താണെങ്കിലും ഒപ്റ്റിമം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് മാക്സിമം റിസൾട്ട് തരുന്ന ആ ഒരു റേഞ്ചാണ്. അപ്പോൾ ഒപ്റ്റിമം pH എന്ന് പറയുന്നത് നമ്മൾ ഏത് മൈക്രോബിനെയാണോ എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത് ആ മൈക്രോബ്സിന് മാക്സിമം റിസൾട്ട് തരാൻ, മാക്സിമം ഗ്രോത്ത് കാണിക്കുന്ന ആ ഒരു റേഞ്ചാണ് ഒപ്റ്റിമം റേഞ്ച്. അപ്പോൾ സാധാരണ കാണുന്ന എല്ലാ മൈക്രോബ്സിൻ്റെയും ഒപ്റ്റിമം pH റേഞ്ച് എന്ന് പറയുന്നത് 6 to 8 റേഞ്ചിലാണ് വരുന്നത്. ഇനി അതിനുള്ള കുറച്ച് എക്സംഷണൽ കേസസും ഉണ്ട്. ലൈക്ക് അസിഡോഫൈൽസ്. നമുക്ക് പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, അസിഡോഫൈൽസ് എന്ന് പറഞ്ഞാൽ അസിഡിറ്റിയെ ഇഷ്ടപ്പെടുന്ന മൈക്രോബ്സ് ആണ്. അവരുടെ ഒപ്റ്റിമം pH എന്ന് പറയുന്നത് 0 to 5.5 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്, അസിഡിറ്റി റേഞ്ചിലാണ് വരുന്നത്. അതുപോലെ ന്യൂട്രോഫൈൽസ് ന്യൂട്രൽ pHനെ ഇഷ്ടപ്പെടുന്ന മൈക്രോബ്സ് ആണ്. അവരുടെ റേഞ്ച് എന്ന് പറയുന്നത് 5.5 to 7 pH ആണ് ഒപ്റ്റിമം ഗ്രോത്ത് കാണിക്കുന്ന pH. അതുപോലെ ആൽക്കലോഫൈൽസ് ആൽക്കനിറ്റി ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, അത് 8.5 to 11.5 റേഞ്ചിലാണ് അവരുടെ ഒപ്റ്റിമം ഗ്രോത്ത്. അപ്പോൾ നോർമലി കാണുന്നത് 6 to 8 ഒപ്റ്റിമം pHൽ നല്ല ഗ്രോത്ത് കാണിക്കുന്ന മൈക്രോബ്സ് ആണ്. അതല്ലാതെ നമുക്ക് കുറച്ച് എക്സെപ്ഷണൽ കേസസും കാണിക്കാറുണ്ട്. അവരുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് അസിഡോഫൈൽസ്, ന്യൂട്രോഫൈൽസ് ആൻഡ് ആൽക്കലോഫൈൽസ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും എല്ലാ സ്ഥലത്തും നോർമൽ pH മാത്രമല്ലല്ലോ കാണുക. നമുക്ക് pHൽ അസിഡിറ്റിയും ന്യൂട്രലായിട്ടുള്ളതും ആൽക്കലി pH ആയിട്ടുള്ളതുമായ ഏരിയാസ് നമുക്ക് കാണാറുണ്ടല്ലോ. അവിടെയൊക്കെ മൈക്രോബ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇതാണ് ടെമ്പറേച്ചർ. അപ്പോൾ ഏതൊരു ഓർഗാനിസത്തിൻ്റെ കേസ് എടുത്താലും ഒരു മിനിമം ടെമ്പറേച്ചർ ഉണ്ടാവും, മാക്സിമം ടെമ്പറേച്ചർ ഉണ്ടാവും, ഒപ്റ്റിമം ടെമ്പറേച്ചറും ഉണ്ടാവും. അവർക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും കുറഞ്ഞ ഒരു ടെമ്പറേച്ചറും ഏറ്റവും കൂടിയ ടെമ്പറേച്ചറും ഉണ്ടാവും. അതുമാത്രമല്ല അവരുടെ മാക്സിമം ഗ്രോത്ത് തരുന്ന ടെമ്പറേച്ചറും കാണും. അതിനെയാണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി നമുക്ക് കാണപ്പെടുന്ന ഓർഗാനിസംസ് എല്ലാം ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ റൂം ടെമ്പറേച്ചർ തന്നെയാണ്, നമ്മൾ സാധാരണ കാണുന്ന ഓർഗാനിസത്തിന്. അതല്ലാതെ ഇതിലും വരുന്ന കുറേ എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. ഓക്കെ, അതിലാദ്യത്തെയാണ് സൈക്രോഫൈൽസ്. സൈക്രോഫൈൽസ് എന്ന് പറഞ്ഞാൽ തണുപ്പിനെ ഇഷ്ടപ്പെടുന്നവരാണ്. അവർക്ക് ഒപ്റ്റിമം ഗ്രോത്ത് എന്ന് പറയുന്നത് 15 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ അതിൽ താഴെയാണ്. അവർക്ക് 0 ഡിഗ്രി ആയാലോ മൈനസ് റേഞ്ചിലോട്ട് പോയാലോ അവർക്ക് പ്രശ്നമില്ല. അവർക്ക് കോൾഡ് ലവിങ് ആണ് അവർ. എത്രയും തണുപ്പുണ്ടോ അവർക്ക് അത്രയും ഇഷ്ടം. 20 ഡിഗ്രി സെൽഷ്യസിൻ്റെ മുകളിലേക്ക് അവർക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനേ പറ്റില്ല. നമുക്കൊക്കെ 20 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഭയങ്കര തണുപ്പാണ്. ബട്ട് അവർക്ക് തണുപ്പുണ്ടെങ്കിലേ അവർ വളരുള്ളൂ. അതുപോലെ സൈക്രോട്രോപ്സ് ഉണ്ട്. സൈക്രോട്രോപ്സ് എന്ന് പറയുന്നത് 0 to 7 ഡിഗ്രി സെൽഷ്യസിലാണ് അവരുടെ ഗ്രോത്ത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ സൈക്രോഫൈൽസിൽ നിന്നും കുറച്ചുകൂടി കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അവർക്ക് കുഴപ്പമില്ല. ഒപ്റ്റിമം ഗ്രോത്ത് എന്ന് പറയുന്നത് 20 to 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്ന് വെച്ചാൽ കുറച്ച് തണുപ്പും എന്നാൽ റൂം ടെമ്പറേച്ചറിലോട്ട് എത്തുന്നതിന് മുന്നേ ഉള്ള ആ ഒരു ടെമ്പറേച്ചർ, ആ ഒരു റേഞ്ചാണ് അവർക്ക് കുഴപ്പമില്ല. നല്ല തണുപ്പ് അവർക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. മൈനസ് ഡിഗ്രിയോ അല്ലെങ്കിൽ 0 ഡിഗ്രിയുടെ അടുത്തുള്ള തണുപ്പ് അവർക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. മാക്സിമം ഗ്രോത്ത് കാണിക്കുന്നത് ഓൾമോസ്റ്റ് 35 ഡിഗ്രി സെൽഷ്യസിലാണ്. ദെൻ
മീസോഫൈൽസ് എന്ന് പറഞ്ഞാൽ നോർമൽ നമ്മുടെ സാധാരണ ടെമ്പറേച്ചറിലൊക്കെ വളരുന്ന ഓർഗാനിസം. 20 to 40 ഡിഗ്രി സെൽഷ്യസിലാണ് അവരുടെ ഒപ്റ്റിമം ഗ്രോത്ത്. എന്ന് വെച്ചാൽ ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ അവർക്ക് വേണം. തണുപ്പ് വേണ്ട, ചെറിയൊരു ചൂട് അത് മതി അവർക്ക്. ഒത്തിരി ചൂടും വേണ്ട, തണുപ്പും വേണ്ട. അങ്ങനെ ഉള്ള ആൾക്കാരാണ് മീസോഫൈൽസ്. ദെൻ തെർമോഫൈൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും അടുത്ത ലെവലിലേക്ക് വരാണ്. ചൂടിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അവർ. 45 ഡിഗ്രി to 80 ഡിഗ്രി സെൽഷ്യസ് വരെ അവർക്ക് ഗ്രോത്ത് പറ്റും. ഒപ്റ്റിമം ഗ്രോത്ത് എന്ന് പറയുന്നത് 55 to 65 ഡിഗ്രി സെൽഷ്യസിലാണ്. എന്ന് വെച്ചാൽ നല്ല ചൂടുണ്ട്, ആ ചൂടിനെ അവർക്ക് ആവശ്യമാണ്, അവരുടെ ഗ്രോത്തിന് ചൂട് ആവശ്യമാണ്. നോർമൽ ടെമ്പറേച്ചറിലും കൂടുതലാണ്, നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിലും കൂടുതലുള്ള ടെമ്പറേച്ചറാണ് അവർക്ക് താല്പര്യം. ദെൻ അതിൻ്റെയും എക്സ്ട്രീമാണ് ഹൈപ്പർ തെർമോഫൈൽസ് എന്ന് പറഞ്ഞാൽ നല്ല തിളയ്ക്കുന്ന വെള്ളത്തിൽ വരെ വളരാൻ പറ്റുന്ന ഓർഗാനിസംസ്. ഇവരാണ് നമുക്ക് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത്. കാരണം നമ്മൾ സാധാരണ മൈക്രോബ്സിനെ റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബോയിൽ ചെയ്യുക എന്നുള്ളത്. ബോയിൽ ചെയ്താൽ പോലും ഇവർ നശിക്കില്ല. ഇവർക്ക് ഒപ്റ്റിമം ഗ്രോത്ത് തന്നെ 80 ഡിഗ്രി to 100 ഡിഗ്രി സെൽഷ്യസിലാണ്. നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന 100 ഡിഗ്രി സെൽഷ്യസിലാണല്ലോ. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ അവർക്ക് പ്രശ്നമേ അല്ല. അവർക്കത് മാക്സിമം ഗ്രോത്ത് തരുന്ന ഒരു ടെമ്പറേച്ചറാണ്. അവർക്ക് 120 ഡിഗ്രി സെൽഷ്യസ് ആയാലും പ്രശ്നമില്ല. അപ്പോൾ ഇത് ബേസിക്കലി നമ്മൾ കാണുന്ന, നമുക്ക് ഹോട്ട് സ്പ്രിങ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ കാണുന്ന ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറഞ്ഞാൽ നല്ല തിളച്ച വെള്ളമായിരിക്കും അത് അവിടെ കാണുന്നത്. ചില ഏരിയാസിൽ കാണുന്ന ഒരു അക്വാട്ടിക് ബോഡിയാണ് ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറയുന്നത്. അവിടെ നല്ല ചൂടുള്ള വെള്ളമായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ ഇവർ നല്ല മാക്സിമം ഗ്രോത്ത് കാണിക്കും. അങ്ങനെയുള്ളവരാണ് ഹൈപ്പർ തെർമോഫൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഇത്രയും ക്ലാസിഫിക്കേഷൻ്റെ ഒരു റേഞ്ചാണ്. മീൻസ് നമുക്ക് ടെമ്പറേച്ചർ എഗെയിൻസ്റ്റ് ഗ്രോത്ത് നമ്മൾ പ്ലോട്ട് ചെയ്താൽ നമുക്ക് ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത്. ഒപ്റ്റിമം അവരുടെ ടെമ്പറേച്ചറും മിനിമം ആൻഡ് മാക്സിമം ടെമ്പറേച്ചറും വെച്ചിട്ട് പ്ലോട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതുകൂടെ നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ നല്ലത്. ദെൻ അടുത്തത് ഓക്സിജൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് വളരാൻ ആവശ്യമായ ഓക്സിജൻ്റെ അളവാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എയറോബിക് ഓർഗാനിസംസ് ഉണ്ട്, അനേറോബിക് ഓർഗാനിസംസ് ഉണ്ട്. അത് ബേസിക് ക്ലാസിഫിക്കേഷൻ. ഇനി അതിൽ തന്നെ മാക്സിമം ഓക്സിജൻ ആവശ്യമുള്ളവരുണ്ട്, കുറച്ച് ഓക്സിജൻ വേണ്ടവരുണ്ട്, ഓക്സിജൻ ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളവരുമുണ്ട്, ഓക്സിജൻ തീരെ വേണ്ടാത്തവരുമുണ്ട്. അവരെ പറ്റിയാണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പോൾ നോർമലി നമ്മൾ ബേസിക്കലി കാണുന്ന ഓർഗാനിസംസ് എല്ലാം നമുക്കിപ്പോൾ അറ്റ്മോസ്ഫിയറിൽ കിട്ടുന്ന ഒരു ഓക്സിജൻ ലെവലുണ്ടല്ലോ, ആ ലെവലിനെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും നോർമലി കാണുന്നവർ. നമ്മൾ നേരത്തെ pHൻ്റെ കാര്യത്തിലും ടെമ്പറേച്ചറിൻ്റെ കാര്യത്തിലും പറഞ്ഞ എക്സംഷണൽ കേസസ് പോലെ ഓക്സിജൻ കോൺസെൻട്രേഷൻ്റെ കാര്യത്തിലും എക്സംഷൻസ് ഉണ്ട്. അവരെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ ആദ്യത്തെ ഈ ട്യൂബ് കണ്ടാൽ നമുക്ക് ഒബ്ലിഗേറ്റ് എയറോബ്സ് ആണ്. ഒബ്ലിഗേറ്റ് എയറോബ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഓക്സിജൻ കിട്ടിയേ പറ്റുള്ളൂ, അവർക്ക് ഓക്സിജൻ ഇല്ലെങ്കിൽ അവർക്ക് ലൈഫ് ഇല്ല. അതാണ് ഒബ്ലിഗേറ്റ് എയറോബ്സ്. ദെൻ ഫാക്കൽറ്റേറ്റീവ് അനേറോബ്സ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ അവർക്ക് ഗ്രോത്ത് ഉണ്ട്, വേണമെന്നില്ല, ഓക്സിജൻ വേണമെന്നില്ല. ദെൻ എയറോ ടോളറൻറ്റ് അനോറോബ് എന്ന് പറയുന്നത് ഓക്സിജനെ വേണ്ട, അവർക്ക് ഓക്സിജൻ ആവശ്യമില്ല, അതുപോലുള്ള ആൾക്കാരാണ്. ദെൻ സ്ട്രിക്റ്റ് അനേറോബ് എന്ന് പറയുന്നത് അവർക്ക് ഓക്സിജൻ ടോക്സിക് ആണ്, ഓക്സിജൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഇവർ നശിച്ചു പോവും, അവർക്ക് ഓക്സിജൻ തീരെ ആവശ്യമില്ല. അങ്ങനെയുള്ളവരാണ് സ്ട്രിക്റ്റ് അനേറോബ്. ദെൻ മൈക്രോ എയറോഫൈൽസ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ കുറച്ച്, ഏറ്റവും കുറഞ്ഞ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ മാത്രം ആവശ്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു ഓക്സിജൻ കോൺസെൻട്രേഷൻ അനുസരിച്ച് അവരുടെ ഗ്രോത്താണ് ഈ ട്യൂബിൽ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ ട്യൂബ് നോക്കിയാൽ നമുക്ക് ഒബ്ലിഗേറ്റ് എയറോബ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ വേണ്ടവരാണ്, അതുകൊണ്ട് തന്നെ അവർ ട്യൂബിൻ്റെ ഏറ്റവും മുകളിലായിരിക്കും കാണുന്നത്. അവിടെയാണല്ലോ ഓക്സിജൻ നമുക്ക് കൂടുതൽ കിട്ടുന്നത്, അവിടെ ആയിരിക്കും കാണുക. ഇപ്പോൾ നമുക്ക് ഫാക്കൽറ്റേറ്റീവ് അനേറോബ് എന്ന് പറഞ്ഞാൽ മുകളിലും കിടക്കാം, താഴത്തും അവർക്ക് കിടക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഓക്സിജൻ കിട്ടിയാലും പ്രശ്നമില്ല, ഇല്ലെങ്കിലും പ്രശ്നമില്ലാത്ത ആൾക്കാരാണ്. ദെൻ എയറോ ടോളറൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്സിജൻ വേണ്ട, അപ്പോൾ ആ ട്യൂബിൽ എവിടെ വേണമെങ്കിലും അവർക്ക് വളരാം, ഓക്സിജനെ അവർ യൂട്ടിലൈസ് ചെയ്യുന്നേ ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. ബട്ട് സ്ട്രിക്റ്റ് അനേറോബ് എന്ന് പറഞ്ഞാൽ നോക്കുക, ഏറ്റവും താഴത്താണ് കിടക്കുന്നത്, അവർക്ക് ഓക്സിജൻ തീരെ വേണ്ട, ഓക്സിജനിൽ നിന്ന് അവർ മാക്സിമം ഇങ്ങനെ എസ്കേപ്പ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു സ്റ്റേജാണ്. മൈക്രോ എയറോഫൈൽസ് എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ നിന്ന് കുറച്ച് താഴത്തേക്ക് നീങ്ങി, എന്ന് വെച്ചാൽ താഴോട്ട് പോകുന്തോറും ഓക്സിജൻ കോൺസെൻട്രേഷൻ കുറവാണ്, ഏറ്റവും കൂടുതൽ മുകളിലാണുള്ളത്. അപ്പോൾ ഇവർക്ക് ഏറ്റവും മുകളിൽ കിടക്കേണ്ട ആവശ്യമില്ല, അത്രയും ഓക്സിജൻ വേണ്ട, അതുകൊണ്ട് ഒരു ലെവൽ താഴത്താണ് അവർ പ്ലേസ് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് ഓക്സിജൻ കോൺസെൻട്രേഷനിൽ വരുന്ന ഡിഫറൻസ്. ദെൻ അടുത്തതാണ് പ്രഷർ നമുക്ക് മെയിൻലി
നമുക്ക് ഓൾറെഡി ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ട്. നോർമലി ഉള്ള ബാക്ടീരിയാസ് എല്ലാം നമ്മുടെ പ്രസന്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ സർവൈവ് ചെയ്യുന്നവരാണ്. ഇതിലും എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. അവരെ പറ്റിയാണ് പറയുന്നത്. ബാരോ ടോളറൻസ് ഉണ്ട്. ബാരോ ടോളറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഇൻക്രീസ്ഡ് പ്രഷർ ഉണ്ടെങ്കിലും ഇവരെ അഫക്റ്റ് ചെയ്യില്ല. ടോളറൻ്റ് ആണ്, അവർക്ക് ടോളറൻസ് ഉണ്ട്. എത്ര പ്രഷർ കൂടിയാലും അവരെ അത് അഫക്റ്റ് ചെയ്യില്ല. ഇവരൊക്കെ ബേസിക്കലി നമ്മൾ കാണുന്നത് ഇപ്പോൾ നല്ല പ്രഷർ വരുന്ന ഏരിയാസ് എന്ന് പറഞ്ഞാൽ കടലൊക്കെ നല്ല പ്രഷറുള്ള ഏരിയ ആണ്. വാട്ടർ പ്രഷർ ഉണ്ടാവും. അത് മാത്രമല്ല താഴോട്ട് പോകുന്തോറും പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനും ഒക്കെ ഇവർക്കതൊരു പ്രശ്നമേ ഇല്ല. അവിടെയുള്ള പ്രഷറൊന്നും പ്രശ്നമില്ല. അതുപോലെ തന്നെ ബാരോഫൈൽസ് ഉണ്ട്. ഇല്ലെങ്കിൽ ബാരോഫൈൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഹൈ പ്രഷറിനെ ഇവരെ അഡാപ്റ്റ് ചെയ്യും. ഹൈ പ്രഷർ വേണം എന്നില്ല, ബട്ട് ഹൈ പ്രഷർ വന്നാലും ഇവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ഇവരും ഓഷ്യൻ്റെ ഏറ്റവും ബോട്ടം ഏരിയയിൽ ജീവിക്കുന്ന ഓർഗാനിസംസ് ആണ്. ഓഷ്യൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഓഷ്യൻ്റെ മുകളിലത്തെ ആ ഒരു ലെവൽ മുതൽ താഴെ വരെയുള്ള ലെവലിലേക്ക് പോകുന്തോറും പ്രഷർ കൂടി വരികയാണ്. ഏറ്റവും ലോ ലെവൽ എന്ന് പറയുന്നത് ഹൈ പ്രഷർ ഉള്ള ഏരിയാസ് ആണ്. ഈ ഹൈ പ്രഷർ ഏരിയാസിലും നമുക്ക് മൈക്രോബ്സിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ അവിടെയുള്ളവരൊക്കെയാണ് നമ്മൾ ഈ ബാരോ ടോളറൻ്റ് അല്ലെങ്കിൽ ബാരോഫൈൽസ് എന്ന് പറയുന്ന ഓർഗാനിസംസ് ഏറ്റവും ബോട്ടം ലെവലിലാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് പ്രഷറിൽ വരുന്ന എക്സംഷൻ കേസസ്. നോർമലി നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് ബേസിക് ഓർഗാനിസംസ് എല്ലാം വളരുന്നത്. അപ്പോൾ അതും കൂടെ നിങ്ങൾ ഇത് എഴുതുമ്പോൾ ആഡ് ചെയ്യണം. അടുത്തതാണ് സൊല്യൂട്ട് അല്ലെങ്കിൽ വാട്ടർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഈ സൊല്യൂട്ട് അല്ലെങ്കിൽ വാട്ടർ ആക്ടിവിറ്റി നമ്മൾ ഓൾറെഡി ചെറിയ ക്ലാസ്സസിൽ പഠിക്കുന്നതാണ്. ഓസ്മോസിസ് എല്ലാം പഠിക്കുമ്പോൾ മീൻസ് ഓസ്മോസിസ് എല്ലാം പഠിച്ചിട്ടില്ലേ നമ്മൾ? നമുക്ക് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്കുള്ള മൂവ്മെൻറ്റ്, അതൊക്കെയാണ് ഈ സൊല്യൂട്ട് ആൻഡ് വാട്ടർ ആക്ടിവിറ്റിയിൽ വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് നോർമൽ ഓസ്മോട്ടിക് പ്രഷറിൽ എല്ലാ ഓർഗാനിസംസും സർവൈവ് ചെയ്യുന്നവരാണ്. ഇതിലും നമുക്ക് എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. അതിൽ വരുന്നതാണ് ഓസ്മോ ടോളറൻറ്റ്. മാക്സിമം ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ ഉള്ള ഏരിയാസിലും ഇവർ വിത്ത്സ്റ്റാൻഡ് ചെയ്യും. അങ്ങനെയുള്ള ഓർഗാനിസംസ് ഉണ്ട്. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് അവരെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്നുള്ള ആൾക്കാരുണ്ട്. ദെൻ ഹാലോഫൈൽസ് ഉണ്ട്. ഹാലോഫൈൽസ് എന്ന് പറഞ്ഞാൽ സോൾട്ടിനെ ഇഷ്ടപ്പെടുന്നവരാണ്. ഹൈ സോൾട്ട് കോൺസെൻട്രേഷനെ ഇഷ്ടപ്പെടുന്നവരാണ്. 0.2 മോളാർ സോൾട്ടിൻ്റെ പ്രസൻസ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അതൊരു പ്രശ്നമേ അല്ല. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഓസ്മോ ടോളറൻസ് ഉണ്ട്, ഹാലോഫൈൽസും ഉണ്ട്. ഓസ്മോ ടോളറൻസ് എന്ന് പറഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷർ അല്ലെങ്കിൽ ഓസ്മോട്ടിക് കോൺസെൻട്രേഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നവരാണ്. ഹാലോഫൈൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോൾട്ടിൻ്റെ പ്രസൻസിനെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മൈക്രോബിയൽ ഗ്രോത്ത്. അതുപോലെ തന്നെ മൈക്രോബിയൽ ഗ്രോത്ത് കർവിൻ്റെ കാര്യത്തിൽ ചോദിക്കുകയാണെങ്കിലും നിങ്ങൾ ഇത് തന്നെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മൈക്രോബിയൽ ഗ്രോത്ത് കർവ് എന്ന് ചോദിക്കുവാണെങ്കിലും ഇതേ പോയിന്റ്സ് തന്നെ നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാം. ഇനിയും ഫർദർ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ ബേസിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. 5 ഫാക്ടേഴ്സാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.